ഹായ് ഓൾ. നമ്മളുടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളിന്റെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ആണ് ഇത്. ഇന്ന് എടുക്കാൻ പോകുന്നത് മോട്ടിവേഷൻ ആൻഡ് തിയറീസ്, അതുപോലെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQM എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക്കും ആണ്. ഇതുകൊണ്ട് തീർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലെങ്ത് കൂടുതൽ വരികയാണെങ്കിൽ അടുത്ത പാർട്ടായിട്ട് എടുക്കാം. ഓക്കെ. So, what is motivation? In management, it is the process of inspiring employees to put in their best effort for organizational objectives. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ എഫേർട്ട് മാക്സിമം പുട്ടിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് മോട്ടിവേഷൻ എന്ന് കേട്ടാലേ നമുക്കറിയാം, ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ അറിയാം. ഇതിപ്പോ ഓഫീസ് ഓർഗനൈസേഷൻ കാര്യത്തിൽ മാത്രമല്ല, അല്ലാതെ ഇപ്പൊ നമ്മൾ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോ കാണാറുണ്ട്. നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ. സോ ദാറ്റ് ഇസ് കോൾഡ് മോട്ടിവേഷൻ. നമുക്ക് മോട്ടിവേഷൻ ഒരുപാട് തിയറീസ് ഉണ്ട്, നമുക്ക് എക്സാമിന് വരുന്നതാണ്. അപ്പോൾ അത് നോക്കാം. ആദ്യത്തെയാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. 1943 ഇൻവെന്റ് ചെയ്തതാണ്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ അബ്രഹാം മാസ്ലോ. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി പ്രകാരം ഹ്യൂമൻ നീഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഹൈറാർക്കി ലൈക്ക് പിരമിഡ്. ഒരു പിരമിഡ് പോലെ മനുഷ്യന്മാരുടെ നീഡ്സ് ഹൈറാർക്കി ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും ബേസിക് നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. ഫോർ എക്സാമ്പിൾ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്. നമ്മളുടെ ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ ഫുഡാണ്. അതുപോലെ താമസിക്കാനുള്ള സ്ഥലം, അതുപോലെ ഡ്രസ്സ്, ഇതൊക്കെയാണ്. അടുത്തതാണ് സേഫ്റ്റി നീഡ് എന്ന് പറയുന്നത്. അവർക്ക് അത് മാത്രം കിട്ടിയാൽ പോരാ, അവർക്കത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് അതിനായിട്ടുള്ള ജോലി വേണം, ആരോഗ്യം വേണം, പിന്നെ പ്രൊട്ടക്ഷൻ വേണം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബിലോങ്ങിങ്, സൊസൈറ്റിയിലുള്ള നമ്മളുടെ ഒരു സ്ഥിരത, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം, ഫാമിലി ഉണ്ടായിരിക്കണം, നമ്മൾ സോഷ്യൽ അക്സെപ്റ്റബിൾ ആയിരിക്കണം. അടുത്തതാണ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സൊസൈറ്റിയിൽ റെക്കഗ്നീഷൻ, റെസ്പെക്ട്, അച്ചീവ്മെന്റ്, ഇതൊക്കെ ഉണ്ടായിരിക്കണം. അതിനെയാണ് എസ്റ്റീം നീഡ്. അത് നാലാമതാണ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞാലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി റിയലൈസ് ചെയ്യുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. നമുക്ക് നോർമലി ചോദിക്കുന്നത് മാസ്ലോന്റെ ഏത് നീഡ് ആണ് ഹൈറാർക്കി തിയറിയിൽ ഫസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഏതാണ് ലാസ്റ്റ് വരുന്നത്, അതുപോലെ നീഡ് ഹൈറാർക്കി തിയറി ആരുടെ ആണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതിൽ നിന്ന് ചോദിക്കാം. നെക്സ്റ്റ് ആണ് ഹേഴ്സ്ബർഗ്സ് 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഇതിനെ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്നും പറയും. ഇത് പ്രപ്പോസ്ഡ് ബൈ ഫ്രെഡറിക് ഹേഴ്സ്ബർഗ്. ഈ ഒരു ഹേഴ്സ്ബർഗ് 2 ഫാക്ടർ തിയറി പ്രകാരം പേര് പോലെ തന്നെ 2 ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ഹൈജീൻ ഫാക്ടറും ഒന്ന് മോട്ടിവേറ്റേഴ്സും. ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയിൽ നിന്നൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാതിരിക്കുക, അതിനെയാണ് ഹൈജീൻ ഫാക്ടർ എന്ന് പറയുക. എന്ന് വെച്ച് നമ്മളതൊരു മോട്ടിവേഷൻ എന്നുള്ള മീനിങ് അല്ല. മോട്ടിവേറ്റേഴ്സ് രണ്ടാമത്തെ ആണ്. അപ്പോ ഹൈജീൻ ഫാക്ടേഴ്സ് ലൈക്ക് നമുക്ക് വർക്കിംഗ് കണ്ടീഷൻ, അതുപോലെ സാലറി, കമ്പനി പോളിസി, സൂപ്പർവിഷൻ, ഇതൊക്കെ നല്ലതാണെങ്കിൽ നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഇപ്പൊ എത്ര നന്നല്ലാത്ത പണിയാണെങ്കിലും ഇന്നിപ്പോ മന്ത് എൻഡ് ആയി, ഇന്ന് സാലറി കയറി കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഓ സാലറി കയറിയല്ലോ, ഇനി കുറച്ചുകൂടെ വർക്ക് ചെയ്യാലോ എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അതാണ് ഹൈജീൻ ഫാക്ടർ എന്ന് പറയുക. അടുത്തതാണ് മോട്ടിവേറ്റേഴ്സ്. അത് ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി മോട്ടിവേറ്റ് ചെയ്യുക, നമ്മുടെ അച്ചീവ്മെന്റിനെ, റെക്കഗ്നീഷനെ, അതുപോലെ റെസ്പോൺസിബിലിറ്റി, ഗ്രോത്ത്, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു മോട്ടിവേഷൻ. വർക്ക് ചെയ്യാൻ, നമുക്ക് വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ഒരു റെക്കഗ്നീഷൻ കിട്ടുക, അതുപോലെ നമുക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ഉള്ള വർക്കുകൾ തരിക, നമുക്കൊരു പേഴ്സണൽ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ഉണ്ടാവുക, ഇതൊക്കെ നമ്മളുടെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. സോ
ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ അല്ല, മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറാണ് മോട്ടിവേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതാണ് മെക്ഗ്രഗർ തിയറി എക്സ് ആൻഡ് തിയറി വൈ. മെക്ഗ്രഗർ തിയറി ഈസ് പ്രപ്പോസ്ഡ് ബൈ ഡോഗ്ലസ് മെക്ഗ്രഗർ. അതിൽ തിയറി എക്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അപ്രോച്ച് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഡിസ്ലൈക്ക് വർക്ക്, അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി, നീഡ് സ്ട്രിക്ട് സൂപ്പർവിഷൻ. അതുപോലെ മാനേജേഴ്സ് യൂസ് കൺട്രോൾ, പണിഷ്മെന്റ് ആൻഡ് കറക്ഷൻ. അതായത് തിയറി എക്സ് പ്രകാരം ആൾക്കാർക്ക് ചിലപ്പോൾ വർക്ക് ഇഷ്ടമല്ലാതെ ആവാം, അതുപോലെ അവർ റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്യാം. അപ്പൊ അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം, അവരെ കൺട്രോൾ ചെയ്യാൻ മാനേജേഴ്സ് പണിഷ്മെന്റ് കൊടുക്കണം, കറക്റ്റ് ചെയ്യണം. ഇതാണ് തിയറി എക്സ്. തിയറി വൈ എന്ന് പറയുന്നത് പീപ്പിൾ വർക്ക് ചെയ്യുന്ന ഒരു സിനാരിയോയില് അവർ ക്രിയേറ്റീവ് ആയിട്ട്, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട്, റെസ്പോൺസിബിലിറ്റി ചോദിച്ചു വാങ്ങുന്ന ആൾക്കാർ. അങ്ങനെയുള്ള സമയത്ത് മാനേജ്മെന്റ് എന്ത് ചെയ്യണം? മാനേജേഴ്സ് അവരെ എംപവർ ചെയ്യണം, അവരുടെ പാർട്ടിസിപ്പേഷൻ എംപവർ ചെയ്യണം, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം വർക്കില്. അപ്പൊ അതാണ് തിയറി വൈ എന്ന് പറയുന്നത്. അടുത്ത ഒരു തിയറിയാണ് മെക്ലാൻഡ് തിയറി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഡേവിഡ് സി മെക്ലാൻഡ്. മോട്ടിവേഷൻ ഇസ് ബേസ്ഡ് ഓൺ 3 നീഡ്സ്. 3 നീഡ്സിലാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒന്ന് നീഡ് ഓഫ് അച്ചീവ്മെന്റ്, പിന്നെ നീഡ് ഓഫ് പവർ, നീഡ് ഓഫ് അഫിലിയേഷൻ. നീഡ് ഓഫ് അച്ചീവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസയർ ടു എക്സെൽ, സെറ്റ് ഗോൾ, സക്സീഡ്. അതായത് നമുക്ക് എല്ലാ കാര്യത്തിലും അച്ചീവ് ചെയ്യുക, അതുപോലെ ഓരോ ഗോൾ സെറ്റ് ചെയ്യുക, നമ്മൾ ആഗ്രഹം മനസ്സിലുണ്ടാവുക, അതിനെ അച്ചീവ് ചെയ്യുക. ഇതാണ് നീഡ് ഓഫ് അച്ചീവ്മെന്റ്. അതിനുള്ളൊരു മൈൻഡ് ഉണ്ടായിരിക്കുക. അടുത്തതാണ് നീഡ് ഓഫ് പവർ എന്ന് പറയുന്നത്. നീഡ് ഓഫ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവര് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ലൊരു രീതിക്ക് എത്തിക്കുക. അടുത്തതാണ് നീഡ് ഓഫ് അഫിലിയേഷൻ. അവർക്ക് പിന്നെ ഒരു സൊസൈറ്റിയിൽ ഒരു റിലേഷൻഷിപ്പും ബിലോങ്ങിങ്സും ഒക്കെ ഡിസൈർ ചെയ്യുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. അതില് നീഡ് ഓഫ് അച്ചീവ്മെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്റർപ്രനേഴ്സ്, അതുപോലെ മാനേജേഴ്സ് ഒക്കെ ആയിട്ടുള്ള സ്യൂട്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റൂംസ് എക്സ്പെക്ടൻസി തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ വിക്ടർ റൂം. മോട്ടിവേഷൻ എന്ന് പറയുന്നത് 3 എലമെന്റ് പ്രകാരമാണ് റൂം പറയുന്നത്. എക്സ്പെക്ടൻസി, അതായത് ബിലീഫ് ദാറ്റ് എഫേർട്ട് ലീഡ്സ് ടു ഗുഡ് പെർഫോമൻസ്. എഫേർട്ട് ഒരു നല്ല പെർഫോമൻസിനോട്ട് ലീഡ് ചെയ്യും എന്നാണ് എക്സ്പെക്ടൻസി പറയുന്നത്. അടുത്തത് ഇൻസ്ട്രുമെന്റാലിറ്റി ആണ്. പെർഫോമൻസ് വിൽ ബി റിവാർഡഡ്. നല്ല പെർഫോമൻസ് റിവാർഡ് കൊടുക്കേണ്ടതാണ്, റിവാർഡ് കൊടുക്കണം. അടുത്തതാണ് വാലൻസ് എന്ന് പറയുന്നത്. വാല്യൂ എ പേഴ്സൺ ഗീവ്സ് ടു ദ റിവാർഡ്. അതായത് റിവാർഡ് കൊടുക്കുന്ന ആൾക്ക് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കിട്ടുന്ന ആൾക്ക് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. മോട്ടിവേഷൻ ഈക്വൽ ടു എക്സ്പെക്ടൻസി ഇൻറ്റു ഇൻസ്ട്രുമെന്റാലിറ്റി ഇൻറ്റു വാലൻസ്. ഇതാണ് മോട്ടിവേഷന്റെ ഒരു വാട്ട് ഇസ് മോട്ടിവേഷൻ റൂംസിന്റെ എക്സ്പെക്ടൻസി തിയറി പ്രകാരം. അടുത്തതാണ് ആൽഡർഫേഴ്സ് ഇയാജി തിയറി. മോഡിഫിക്കേഷൻ ഓഫ് മാസ്ലസ് തിയറി ഓഫ് ക്ലേറ്റൺ ആൽഡർഫർ. അതായത് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറിയുടെ ഒരു മോഡിഫിക്കേഷൻ ആണ് ക്ലേറ്റൺ ആൽഡർഫേഴ്സ് ഇയാജി തിയറി എന്ന് പറയുന്നത്. അത് പ്രകാരം നമുക്ക് നേരത്തെ ഒരു 4-5 നീഡ് ഉണ്ടായിരുന്നു. ഇവിടെ 3 നീഡാണുള്ളത്. ഒന്ന് എക്സിസ്റ്റൻസ് നീഡ്, അതായത് ബേസിക് ആൻഡ് സേഫ്റ്റി നീഡ്, ആദ്യത്തെ 2. പിന്നെ റിലേറ്റഡ്നെസ് നീഡ്, അതായത് സോഷ്യൽ ആൻഡ് എക്സ്റ്റേണൽ നീഡ്. പിന്നെ ഗ്രോത്ത് നീഡ്, അതാണ് നമ്മുടെ മറ്റേ ആളുടെ ലാസ്റ്റത്തെ 2 നീഡ് ഉണ്ടല്ലോ, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇതാണ് ഗ്രോത്ത് നീഡ് എന്ന് പറയുന്നത്. അൺലൈക്ക് മാസ്ലോ, മോർ ദാൻ 1 നീഡ് മേ ഓപ്പറേറ്റ് അറ്റ് എ ടൈം. മാസ്ലോനെ പോലെയല്ല, 2 നീഡൊക്കെ ഒരു ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ആരാ പറയുന്നത്, ആൽഡർഫർ ക്ലേറ്റൺ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു 2 തിയറീസ് ആണ് ഇക്വിറ്റി തിയറിയും റീഎൻഫോഴ്സ്മെന്റ് തിയറിയും. ഇക്വിറ്റി തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ
പീപ്പിൾ കമ്പയർ ദെയർ എഫേർട്ട് റിവാർഡ് റേഷ്യോ വിത്ത് അതേഴ്സ്. അതായത് അവർക്ക് എടുത്ത എഫേർട്ടിനും അതിന് കിട്ടിയ റിവാർഡും ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത എഫേർട്ട് നമുക്ക് കൂടുതൽ റിവാർഡ് കിട്ടുമ്പോൾ നമുക്ക് അതൊരു മോട്ടിവേഷൻ ആണ്. അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറയുന്നത് ബിഹേവിയർ ക്യാൻ ബി ഷേപ്ഡ് ബൈ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. അതായത് ഇപ്പോൾ ഒരു വർക്കറുടെ ബിഹേവിയർ അവർ ചിലപ്പോൾ അവർ എടുക്കുന്ന എഫേർട്ടിന് റിവാർഡ് കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ അതുപോലെ കറക്റ്റായിട്ട് ചെയ്യാത്ത വർക്കേഴ്സിന് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ അവരും അതിനനുസരിച്ച് കെയർഫുൾ ആയിരിക്കും. അങ്ങനെ അവരുടെ ബിഹേവിയറിനെ ഈ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് സിസ്റ്റം ഷേപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണ് മോട്ടിവേഷൻ ആൻഡ് ഇറ്റ്സ് തിയറീസ്. നെക്സ്റ്റ് ആണ് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഈസ് എ മാനേജ്മെന്റ് ഫിലോസഫി ദാറ്റ് എയിംസ് അറ്റ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇൻ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, സർവീസസ് ആൻഡ് പ്രോസസ്. നമ്മളുടെ ഒരു ഓർഗനൈസേഷനിലെ പ്രോഡക്റ്റ്, സർവീസ്, പ്രോസസ്സിന്റെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, അതിനെക്കുറിച്ചാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയി ഇൻവോൾവ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഇംപ്രൂവ്മെന്റ്. അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതുവഴി എംപ്ലോയി ഇൻവോൾവ്മെന്റ്, അതുപോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് അവരുടെ പ്രോഡക്റ്റിലോ അതുപോലെ സർവീസിലോ പ്രോസസ്സിലോ കൊണ്ടുവരിക. ഇതിനെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി അല്ല, പക്ഷെ ദ ക്വാളിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, അതൊരു ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് പറയുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന് കുറച്ച് ആൾക്കാർ കുറച്ച് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അത് ഓരോന്നും പറയാം. വളരെ സിമ്പിളായി ഷോർട്ടായിട്ടാണ് പറയുന്നത്. ഒന്ന് എഡ്വേർഡ്സ് ഡെമിങ് എന്ന് പറയുന്ന ആളുടെ കോൺട്രിബ്യൂഷൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ആളാണ് കൊണ്ടുവന്നത്. അദ്ദേഹം ഫാദർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നറിയപ്പെടും, എഡ്വേർഡ് ഡെമിങ്. ഇത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ പ്രകാരം അവർക്ക് 14 പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി ഉണ്ട് എന്നാണ് പറയാ. ഗൈഡ് ലൈൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് ബിസിനസ്, അതായത് ഒരു ബിസിനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ്, ഒരു 14 പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി പ്രിൻസിപ്പിൾസ് എന്താന്ന് നോക്കാം. ആദ്യത്തെയാണ് ക്രിയേറ്റ് കോൺസ്റ്റൻസി ഓഫ് പർപ്പസ്. അതായത് നമ്മൾ എപ്പോഴും ലോങ് ടേം ഗോൾസിന് വേണ്ടിയിട്ടും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും വേണം നമ്മൾ തയ്യാറാവാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് അഡോപ്റ്റ് ദ ന്യൂ ഫിലോസഫി. അത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സീസ് ഡിപ്പെൻഡൻസ് ഓൺ ഇൻസ്പെക്ഷൻ, അതായത് ബെസ്റ്റ് ക്വാളിറ്റി ഇൻ ടു ദ പ്രോസസ് ആണ്, നോട്ട് ജസ്റ്റ് ബൈ ഫൈനൽ ഇൻസ്പെക്ഷൻ. അതായത് ഫൈനൽ ഇൻസ്പെക്ഷൻ അല്ല, ബെസ്റ്റ് ക്വാളിറ്റി ഇൻ ടു ദ പ്രോസസ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തതാണ് എൻഡ് ദ പ്രാക്ടീസ് ഓഫ് അവാർഡിങ് ബിസിനസ് ഓൺ പ്രൈസ് ടാഗ് അലോൺ. അതായത് നമ്മൾ ഒരു സപ്ലയറിനെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ലോ പ്രൈസ് നോക്കാതെ നമ്മൾ അതിന്റെ ക്വാളിറ്റി നോക്കുക. നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും. പക്ഷെ ഒരിക്കലും ലോ പ്രൈസ് നോക്കരുത്, ക്വാളിറ്റി നോക്കണം എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഇംപ്രൂവ് കോൺസ്റ്റന്റ്ലി ആൻഡ് ഫോർ എവർ. നമ്മളൊരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കുക ഫോർ എവർ. അല്ലാതെ നമ്മൾ എപ്പോഴും നമ്മൾ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മൾ കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കണം എല്ലാ ഏരിയയിലും, ബിസിനസിന്റെ എല്ലാ ഏരിയയിലും. അടുത്തതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് ഓൺ ദി ജോബ്. എംപ്ലോയീസിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തെടുപ്പിക്കുക. അതുവഴി അവരുടെ ക്വാളിറ്റിയും ഇംപ്രൂവ് ആവും, അവരുടെ എഫിഷ്യൻസി കൂടും. അടുത്തതാണ് അഡോപ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഡർഷിപ്പ്. മാനേജേഴ്സ് വേണം ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും, അല്ലാതെ സൂപ്പർവൈസേഴ്സിനെ മാത്രം തലയിൽ അത് ഇടരുത്. മാനേജേഴ്സ് വേണം ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലീഡ് ചെയ്യാനും. അടുത്താണ് ഡ്രൈവ് ഔട്ട് ഫിയർ. അതായത് എംപ്ലോയീസിന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് സജസ്റ്റ് ചെയ്യാൻ ഒരു പേടി ഉണ്ടാവരുത്. അവർക്ക് സേഫ്റ്റി ഫീൽ ചെയ്യണം. അവർക്ക് എന്തെങ്കിലും തോന്നാണ് പ്രോസസ്സിൽ എന്തെങ്കിലും, അപ്പം അവർക്ക് അതൊരു പേടി ഉണ്ടാവരുത്.
അടുത്തതാണ് ബ്രേക്ക് ഡൗൺ ബാരിയർ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ്. എൻകറേജ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ അക്രോസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഡിപ്പാർട്ട്മെന്റ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റും മറ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതിരിക്കരുത്. ഒരു ടീം വർക്കായിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. അതുപോലെയാണ് എലിമിനേറ്റ് സ്ലോഗൻസ്, എക്സൊറേഷൻസ് ആൻഡ് ടാർഗറ്റ്സ്. ഇൻസ്റ്റെഡ് ഓഫ് സ്ലോഗൻസ് പ്രൊവൈഡ് സിസ്റ്റം ആൻഡ് ടൂൾസ് ഫോർ ക്വാളിറ്റി. നമ്മൾ സിസ്റ്റം ആൻഡ് ടൂൾസ് ഫോർ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണം. അടുത്തതാണ് എലിമിനേറ്റ് ന്യൂമറിക്കൽ ക്വാട്ടാസ്. ഡോണ്ട് പ്രഷർ വർക്കേഴ്സ് വിത്ത് ക്വാട്ടാസ്. ഫോക്കസ് ഓൺ ക്വാളിറ്റി നോട്ട് ക്വാണ്ടിറ്റി. ഒരു വർക്കറിനും ഇത്ര പ്രോഡക്റ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ഇത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നല്ല, നല്ല ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് മാത്രം പറയുക. അല്ലാതെ അവർക്ക് ഒരു കോട്ട നിശ്ചയിക്കരുത് ഇത്ര എണ്ണം മിനിമം ഉണ്ടാവണം എന്ന്. അടുത്താണ് റിമൂവ് ബാരിയർ ടു പ്രൈഡ് ഓഫ് വർക്ക്മാൻഷിപ്പ്. അലോ വർക്കേഴ്സ് ടു ടേക്ക് പ്രൈഡ് ഇൻ ദെയർ വർക്ക് വിത്തൗട്ട് ഫിയർ ഓഫ് ബ്ലെയിം. അവര് വർക്ക് ചെയ്തതിൽ ഒരു അഭിമാനം, പ്രൈഡ് ഉണ്ടാക്കിക്കുക, അല്ലാതെ അവർക്ക് ബ്ലെയിം കിട്ടുമോ എന്നുള്ള പേടി അവരിൽ വരുത്താതിരിക്കുക. അടുത്തതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഗോറിയസ് പ്രോഗ്രാം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതായത് കണ്ടിന്യൂസ് ലേണിംഗ് അറ്റ് ഓൾ ലെവൽസ്. എല്ലാ ലെവലിലും, അതിപ്പോ ലോവർ ലെവൽ ആയാലും മിഡിൽ ലെവൽ ആയാലും ഒക്കെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടായിരിക്കണം. അത് തന്നെ ടേക്ക് ആക്ഷൻ ടു അക്കംപ്ലിഷ് ദ ട്രാൻസ്ഫോർമേഷൻ. കമ്മിറ്റ്മെന്റ് ഫ്രം ടോപ്പ് മാനേജ്മെന്റ് ടു ഡ്രൈവ് ക്വാളിറ്റി കൾച്ചർ. അതായത് ടോപ്പ് മാനേജ്മെന്റിൽ നിന്നൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അത് നമ്മളുടെ ഒരു ക്വാളിറ്റി കൾച്ചറിനെ ഡ്രൈവ് ചെയ്യും. നമ്മുടെ 14 പ്രിൻസിപ്പിൾസ് അത്രേ ഉള്ളൂ. അടുത്ത ഒരു ഇതാണ് PDCA സൈക്കിൾ എന്ന് പറയുന്നത്. അതും ഡെമിങ് സൈക്കിൾ, അതുപോലെ ഷുവാർട്ട് സൈക്കിൾ ഇങ്ങനെയൊക്കെ പറയും. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. ഇതാണ് PDCA. പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ പ്രോബ്ലം ആൻഡ് പ്ലാൻ സൊല്യൂഷൻ. ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ്. ചെക്ക്, അതായത് പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് എന്ന് പറയുന്നത് ഓരോന്നും സിമ്പിൾ മീനിങ് ആണ്. ആദ്യം പ്ലാൻ ചെയ്യുക, അതുപോലെ പ്ലാൻ ചെയ്ത് ഡു എന്ന് പറയുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ റിസൾട്ട് മെഷർ ചെയ്യുക. അതുപോലെ നമ്മളുടെ പ്ലാനിങ് പോലെ തന്നെയാണോ ആ റിസൾട്ട് വന്നതെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ആക്ട്, അത് സക്സസ്ഫുൾ ആണെങ്കിൽ അത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക. എല്ലായിടത്തും സെയിം കാര്യം അപ്ലൈ ചെയ്യുക. ഓക്കെ. അടുത്ത ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഇതാണ് ജോസഫ് ജുറാന്റെ ക്വാളിറ്റി ഗുരു, ക്വാളിറ്റി ത്രിലോജി എന്ന് പറയുന്നത്. അതായത് ക്വാളിറ്റി ത്രിലോജി പ്രകാരം 3 കൺട്രോൾ ആണ്: ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ക്വാളിറ്റി പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കസ്റ്റമറിന്റെ നീഡ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം. അടുത്തത് ക്വാളിറ്റി കൺട്രോൾ, ആ പ്രോഡക്റ്റിന്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. അതുപോലെ കസ്റ്റമറുടെ നീഡ്സ് അത് നീഡ്സ് എന്താ പറയാ മീറ്റ് ചെയ്യുന്നുണ്ടോ, അതിന്റെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്തതാണ് ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അതായത് ഹയർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് എഫേർട്ട്, അതാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വാളിറ്റി ത്രിലോജി പ്രകാരം ക്വാളിറ്റി ആണ് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. അത് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രമല്ല, എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് പ്രോഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് ഫിലിപ്പ് കോസ്ബിയുടെ സ്ലോഗൻ ഡു ഇറ്റ് റൈറ്റ് ദ ഫസ്റ്റ് ടൈം. സീറോ ഡെഫക്ട് കൺസെപ്റ്റ് ആണ് ആദ്യത്തെ. നോ അക്സെപ്റ്റൻസ് ഓഫ് എറേഴ്സ് ഓർ ഡിഫക്ട്, എയിം ഫോർ പെർഫെക്ഷൻ. അതായത് പെർഫെക്റ്റ് ആയിരിക്കുക, എറേഴ്സോ ഡിഫക്റ്റോ ഉണ്ടാവാതിരിക്കുക. അതുപോലെ ക്വാളിറ്റി ഈസ് ഫ്രീ. ഇൻവെസ്റ്റിംഗ് ഇൻ ക്വാളിറ്റി റെഡ്യൂസസ് റീവർക്ക്, വേസ്റ്റേജ് ആൻഡ് കോസ്റ്റ്, മേക്കിംഗ് എബിലിറ്റി എസെൻഷ്യൽ ഫ്രീ ഇൻ ദ ലോങ് റൺ. അതായത് ക്വാളിറ്റിയിൽ കുറെ ടൈം കൊടുത്തു കഴിഞ്ഞാൽ അതിന് കോസ്റ്റ്, അതുപോലെ ടൈം വേസ്റ്റേജ് ആവും, റീവർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അടുത്താണ് 4 അബ്സല്യൂട്ട് ഓഫ് ക്വാളിറ്റി.
Quality means conformance to requirements. Prevention is better than inspection. Zero defect are the standard. Quality is measured by cost of non-conformance. അതായത് നമ്മൾ ആദ്യം ക്വാണ്ടിറ്റി നോക്കാതെ ക്വാളിറ്റിയിൽ ചെക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ഇൻസ്പെക്ഷൻ. അപ്പൊ പിന്നെ നമുക്ക് ഓൾറെഡി ക്വാളിറ്റിയിൽ ഇതായതുകൊണ്ട് നമുക്ക് മിസ്റ്റേക്സോ എറേഴ്സോ ഡിഫക്ട്സോ ഒന്നും ഉണ്ടാവില്ല. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സീറോ ഡിഫക്റ്റ് ആണ്. ഒരു എററും ഒരു ഡിഫക്റ്റും ഉണ്ടാവാതിരിക്കുക. ഓക്കെ, അടുത്തതാണ് കേസൺ. കേസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജപ്പാൻ വേർഡാണ്. കേസൺ മീൻസ് ചേഞ്ച് ഫോർ ദ ബെറ്റർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഇറ്റ് ഇസ് ഡെവലപ്ഡ് ബൈ ജപ്പാൻ ആഫ്റ്റർ WWII. ടൊയോട്ട പ്രോഡക്റ്റ് സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദിസ് മീൻസ് സ്മോൾ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ബിഗ് റിസൾട്ട് ഓവർ ടൈം ആണ്. ചെറിയ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഓവർ ടൈമിൽ ഭയങ്കര റിസൾട്ട് ആയിരിക്കും. ഇത് എല്ലാ എംപ്ലോയീസിനെയും ടോപ്പ് ലെവൽ ടു ലോവർ ലെവൽ എല്ലാ എംപ്ലോയീസിനെയും ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഇറ്റ് എംഫസിസ് ഓൺ ടീം വർക്ക്, ഡിസിപ്ലിൻ, ഓർഡർലിനെസ് ആൻഡ് വേസ്റ്റ് റിഡക്ഷൻ. വേസ്റ്റ് കുറയ്ക്കാനും ടീം വർക്കിനും ഡിസിപ്ലിനും ഒരു ഓർഡർ കൊണ്ടുവരാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ കുഞ്ഞു മൊഡ്യൂൾ തീർന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ MCQs ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യും. അത് ഏത് മൊഡ്യൂളാന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്തായാലും വൈകാതെ തന്നെ അടുത്ത മൊഡ്യൂളും ഉണ്ടായിരിക്കും. Okay, thank you for watching. Bye bye.